ഹലോ അപ്പോൾ നമ്മുടെ ബേബിക്ക് എന്തെങ്കിലും ഒന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ വലിയ എളുപ്പമൊന്നുമില്ല. കാരണം അവൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ ആദമിനൊക്കെ വയ്യാണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയാൽ കാര്യം കഴിഞ്ഞു. പക്ഷേ നമ്മൾ ബേബിക്ക് ഉണ്ടല്ലോ, വയ്യാണ്ടായി കഴിഞ്ഞാൽ 4-5 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. കാരണം അവൾക്ക് വയ്യാണ്ടായി പെട്ടെന്നൊന്നും മാറിപ്പോവുകയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾക്കൊന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ. ഇപ്പോൾ അവൾക്ക് നല്ല ചുമയും കഫക്കെട്ട് എത്ര ദിവസമായി തുടങ്ങിയിട്ട്. ആദമിന് വന്നു, ഓസിലിന് വന്നു, അമ്മിമോനക്ക് വന്നു, എല്ലാവർക്കും വന്നു പോയി. പക്ഷേ ഇവളത് മാത്രം മാറിപ്പോയിട്ടില്ല. ഇവൾക്ക് ഭയങ്കര കഫക്കെട്ടൊക്കെ ആയിട്ട് ഇപ്പോൾ ഇതേ നെബുലൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് പിന്നെ മാമിയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുക. രാത്രിയാണ് ഞാൻ. അപ്പോൾ മൂപ്പരാൾ ആദ്യം ചെയ്യാൻ സമ്മതിച്ചിരുന്നൊന്നുമില്ല. നൈറ്റ് ആകുമ്പോഴത്തേനും മൂപ്പരാളെ മൈൻഡൊക്കെ മാറി ഇപ്പോൾ ഒന്ന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ നെബുലൈസ് ചെയ്യുന്ന സാധനം മേടിക്കണമെങ്കിൽ വലിയൊരു സ്റ്റോറി ഉണ്ട്. അതിപ്പോൾ എന്തായാലും വലിയ രീതിയിൽ പറയാനൊന്നും പറ്റില്ല. ഇത് മേടിക്കാൻ ഞാൻ ഒട്ടും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അത് ഭയങ്കര റേറ്റാണ്, ഇത് എന്തിനു മേടിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ ഒട്ടും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇത് ആദമിന് മേടിച്ചതാണ് കേട്ടോ. നമ്മുടെ ആദമിനെ അവന് വാപ്പിച്ച് മേടിച്ചതാണ്. ആദമിന് ഇതുപോലെ വയ്യാണ്ടായിട്ട് അഡ്മിറ്റ് ചെയ്യാനും പറഞ്ഞിട്ട് ഈ നെബുലൈസ് ചെയ്യുന്നത് മേടിച്ചാൽ കുട്ടികൾക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് ചെയ്യാലോ, ഹോസ്പിറ്റലിൽ വരണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ് കേട്ടോ. അന്ന് ഞാൻ ഒട്ടും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല വേണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷേ സമ്മതിക്കാണ്ട് അങ്ങനത്തെ രീതിയിൽ മേടിച്ചതാണ് കേട്ടോ ഈ ഒരു സാധനം. പക്ഷേ ഇത് എനിക്ക് മാത്രമല്ല, കുറേ പേർക്ക്, കുറേ മക്കൾക്ക് യൂസ്ഫുള്ളായൊരു സംഭവമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ യെല്ലോ ബേബിക്ക് യൂസ് ചെയ്യണത് അതും ചെറിയ മോനായിരിക്കുമ്പോൾ മേടിച്ചിട്ടില്ലാണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നെബുലൈസ് ചെയ്യുന്നതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാവുന്നത്.